മത്സരത്തിന്റെ വിശദാംശങ്ങളുമായി വേൾഡ് കപ്പ് ഡെസ്കിൽ നിന്നും ആഷിഖ് റഹ്മാൻ ചേരുന്നുണ്ട്. ആഷിഖ്, എന്തായാലും ശക്തമായ ആക്രമണ നിരയുള്ള ഫ്രാൻസിനെ സ്പെയിൻ പിടിച്ചുകിട്ടിയത് എങ്ങനെയാണ്? സ്പെയിന്റെ തന്ത്രം എന്തായിരുന്നു? സോന, എന്തായാലും ഒരു യൂറോപ്യൻ പോരാട്ടത്തിന് നമ്മൾ കാത്തിരുന്നപ്പോൾ അത് ഒരു സ്പെയിൻ്റെ ഒരു ആധികാരിക മത്സരത്തിനായിരുന്നു ഒരുപക്ഷെ നമ്മൾ പക്ഷേ കാഴ്ചക്കാരായത്. കാരണം ഫ്രാൻസ് ഈ ലോകകപ്പിലെ ഏറ്റവും ശക്തമായ മുന്നേറ്റ നിരയായിരുന്നു. ഈ ലോകകപ്പിൽ ആകെ 6 മത്സരങ്ങളിൽ 16 ഗോൾ അടിച്ചുകൊണ്ടാണ് അവർ സെമിയിലേക്ക് എത്തിയത്. സ്പെയിനാകട്ടെ ഒരു ഗോൾ മാത്രം വഴങ്ങിക്കൊണ്ടെത്തി. അങ്ങനെ ഒരു സൂപ്പർ പോരാട്ടം നമ്മൾ പ്രതീക്ഷയെങ്കിൽ പോലും കൃത്യമായി ഫ്രാൻസിൻ്റെ മുന്നേറ്റങ്ങളെ തടഞ്ഞുകൊണ്ടാണ് സ്പെയിൻ ഇപ്പോൾ ഫൈനലിൽ എത്തിയിരിക്കുന്നത്. കാരണം ഈ ഓരോ മത്സരത്തിലും മൂന്നിലധികം ഗോളുകൾ 4 മത്സരങ്ങളിൽ അടിച്ച സ്പെയിൻ്റെ മുന്നേറ്റം, പ്രത്യേകിച്ച് എംബാപ്പെ, ഡെംബെലെ, ഒലീസെ അടക്കമുള്ള സഖ്യത കൃത്യമായി തടഞ്ഞുകൊണ്ടാണ് അവർ എന്തായാലും ഇപ്പോൾ ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നത്. സ്പെയിൻ്റെ പന്തടക്കത്തിന് മുന്നിൽ ഫ്രഞ്ച് താരങ്ങൾക്ക് കാര്യമായി മുന്നേറ്റങ്ങൾ നടത്താനായില്ല. ആദ്യ പകുതി പൂർണ്ണമായും സ്പെയിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു. ഒരു മുന്നേറ്റം പോലും, മികച്ച ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ് പോലും ഇല്ലാതെ ഫ്രാൻസ് താരങ്ങൾ വിയർത്തുവെന്ന് കണ്ടു. പ്രത്യേകിച്ച് ഡെംബെലെ, എംബാപ്പയ്ക്ക് ഗോൾ അടിക്കാൻ പലപ്പോഴും പന്തെത്തിക്കുന്നത് ഒലീസെയായിരുന്നു. ഒലീസെ ഇന്നലത്തെ മത്സരത്തിൽ പൂർണ്ണമായും നിരാശപ്പെടുത്തി. ഡെംബെലേക്കും കാര്യമായി ഒന്നും ചെയ്യാനായില്ല. പ്രത്യേകിച്ച് ഇപ്പം മധ്യനിരയും ഫ്രാൻസിൻ്റെ പൂർണ്ണമായും നിരാശപ്പെടുത്തി. സ്പെയിനാകട്ടെ കൃത്യമായി പന്ത് കയ്യിൽ വെച്ചുകൊണ്ട് കിട്ടുന്ന അർദ്ധാവസരങ്ങളിൽ ഗോളടിക്കാനുള്ള ഒരു ശ്രമമായിരുന്നു നടത്തിയത്. അത് കൃത്യമായി ഫലവത്തായി എന്ന് വേണം പറയേണ്ടി വരും. മാത്രമല്ല, ഈ രണ്ടാം പകുതിയിലേക്ക് വരുമ്പോഴും ഫ്രാൻസിന് ഒരിക്കലും ഈ സ്പെയിൻ ബോക്സിലേക്ക് കയറി കൃത്യമായൊരു ഷോട്ട് എടുക്കാൻ പോലും കഴിയാതെ വലിയ രീതിയിൽ പ്രയാസപ്പെടുന്നത് കണ്ടു. പിന്നീട് നടത്തിയ മാറ്റങ്ങളൊന്നും ഫ്രാൻസിന് ഗുണം ചെയ്തില്ല. ഇത് 4ാമത്തെ തവണയാണ് ഫ്രാൻസ് ഈ ലോകകപ്പിൻ്റെ സെമിഫൈനലിൽ പുറത്താകുന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. പ്രത്യേകിച്ച് ഈ ലോകകപ്പിലെ ഏറ്റവും ശക്തമായ ടീമെന്ന വിശേഷത്തോടു കൂടിയാണ് ഫ്രാൻസ് എത്തിയിരുന്നത്. പക്ഷേ ഈ സെമിയിലെത്തിയപ്പോൾ യൂറോപ്യൻ മെമ്പറായ സ്പെയിന് മുന്നിൽ പരാജയപ്പെടുകയാണുണ്ടായത്. സ്പെയിനെ സംബന്ധിച്ചിടത്തോളം 2010 ലോകകപ്പ് ചാമ്പ്യന്മാരാണ്. പിന്നീട് ലോകകപ്പിലെല്ലാം നിരാശപ്പെട്ടെങ്കിൽ പോലും 2026 എത്തുമ്പോൾ വീണ്ടും ഒരു ഫൈനലിലേക്ക് സ്പെയിനും എത്തിയിരിക്കുന്നു. എന്തായാലും സ്പെയിൻ്റെ എതിരാളികളെ ഇന്നത്തെ മത്സരത്തിൽ നമുക്കറിയാം. അർജന്റീന അതുപോലെ ഇംഗ്ലണ്ട് മത്സര വിജയികളെ ആയിരിക്കും സ്പെയിൻ നേരിടുക. എന്തായാലും സ്പെയിനെ സംബന്ധിച്ചിടത്തോളം യമാലിൻ്റെ പ്രകടനം വളരെ നിർണായകമായി ഇന്നലത്തെ മത്സരത്തിൽ. പ്രത്യേകിച്ച് വലതുവിങ്ങിൽ യമാൽ തീർത്ത മുന്നേറ്റങ്ങൾ പലപ്പോഴും ഗോളിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ടായി. ഒരു തവണ യമാൽ സ്കോർ ചെയ്യുകയും ചെയ്തു, പക്ഷേ അത് ഓഫ് സൈഡ് ആയിപ്പോയി. എങ്കിലും മികച്ച പ്രകടനം തന്നെയാണ് യമാൽ നടത്തിയത്. എന്തായാലും സ്പെയിൻ ഫ്രാൻസിനെ അട്ടിമറിച്ച് ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നു. സോന.